നമസ്കാരം. ഇന്ന് അരിയും 3 സൈസ് പരിപ്പും കൂടിയിട്ട് ചോറ് വെക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. കറി വേണ്ട. അതിനുവേണ്ടി ഞാൻ എടുത്തത് 1.5 ഗ്ലാസ് ബാസ്മതി അരിയാണ്. വെന്ത് നല്ലപോലെ കുഴയുന്ന ഏത് പച്ചരിയും എടുക്കാം. 1/2 ബൗൾ കടലപ്പരിപ്പ്, 1/2 ബൗൾ തോരപ്പരിപ്പ്, 1/2 ബൗൾ മൈസൂർ പരിപ്പ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി ഒന്ന് അളന്ന് നോക്കാം. 1.25 ഗ്ലാസ് വരും. നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ച് വെക്കുക. കുറച്ച് നേരത്തേന് കഴുകി വാരി കുക്കറിലിട്ട് കൊടുക്കുക. അരി എത്രയാണോ അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കണം. നല്ലപോലെ കുഴഞ്ഞ് വരണം വെന്തിട്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇടണം. എന്നിട്ട് അടുപ്പത്ത് വെക്കാം. 3 വിസിൽ വരുത്താം. ഇനി ഞാൻ 3 തക്കാളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, 1 ചുള വെളുത്തുള്ളി അരിഞ്ഞത്, 6-7 പച്ചമുളക് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, അല്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റായാലും മതി, 3 സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെ കുഴഞ്ഞിട്ട് ഇരിക്കണം. ഇനി അടുപ്പത്ത് ഉരുളി വെച്ച് 1.5 വലിയ സ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് കടുകും ജീരകവും ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി. ഇനി ഇഞ്ചി ചതച്ചിട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി അരിഞ്ഞത് ഉള്ളിയും വാടി വരുമ്പം തക്കാളി ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് എരിവാണെങ്കിൽ നമുക്ക് ഇനിയും മുളക് ചേർക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചാൽ ചോറിട്ട് കൊടുക്കാം. കുക്കറിൽ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചത് അതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല മണം വരുന്നുണ്ട്. ഇപ്പം തന്നെ കറീൻ്റെ ആവശ്യമേ ഇല്ല. എപ്പോഴും ചോറും കറിയും കഴിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക്. നല്ല സൂപ്പറാണ്. ഒന്ന് തിളച്ച് വന്ന് വെള്ളം ഒഴിച്ചിട്ട് വാങ്ങി വെച്ച് ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് ജീരകം, വറ്റൽമുളക് ഇട്ട് ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും പതറി കൊടുക്കാം. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.